അപ്പോൾ ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഒരു വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതും. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കാലമായി വരുന്ന ഒരു റിക്വസ്റ്റാണ് ഡാവിഞ്ചി റിസോൾവിൽ ഉള്ള കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷേ ഡാവിഞ്ചി റിസോൾവിലേക്ക് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്കത് എന്താ പറയുക, അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് രണ്ട് രീതിക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായത് ഒരു ഫ്രീ വെർഷനും ഉണ്ട്, പെയ്ഡ് വെർഷനും ഉണ്ട്. നമുക്കിപ്പോൾ ഡാവിഞ്ചിയുടെ സൈറ്റിലേക്കൊന്ന് പോയി നോക്കാം. ഡാവിഞ്ചി റിസോൾവ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഡാവിഞ്ചി റിസോൾവ് 19 എന്ന് പറഞ്ഞൊരു ഈ ഒരു ലിങ്ക് വരും. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് എത്തും. നമ്മൾ കുറച്ചൊന്ന് കൊള്ളാലോ, കുറേ സിനിമകൾ കാണിക്കുന്നുണ്ട് ഡാവിഞ്ചിയിൽ എഡിറ്റ് ചെയ്തത്. കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഫ്രീയും ഉണ്ട്, ബൈയും ഉണ്ട്. ഈ ഫ്രീ ഡൗൺലോഡ് തന്നെ ധാരാളമാണ്, കുറേ അധികം നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട്. നിങ്ങൾക്കിതിൽ ഫ്രീ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമാണ്, ഇനി പബ്ലിക് ബീറ്റ വേണോ അതോ എന്താ പറയുക ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷൻ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ബഗ്ഗുകളുണ്ടാവും. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും എന്നൊന്നും. ഇപ്പോൾ റീസെൻ്റ്ലി 18.6.3 യൂസ് ചെയ്യുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു കുറച്ച് ഭാഗം, അത് വീഡിയോ ഔട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എങ്ങാണ്ട് എന്താ പറയണ്ടേ, ഒരു ജിറ്ററീനസോ അതൊരു വീഡിയോ അല്ലാതെ ഒരു ബ്ലറ് ആയി ഇങ്ങനെ കിടക്കുകയെന്നോ, അത്രയും ഒരു 5% 6% ഭാഗം ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് കിട്ടിയ പോലൊരു ഇത് വരാൻ തുടങ്ങി. പിന്നെയാണ് മനസ്സിലായത് 18.6.3യുടെ ഒരു ബഗ്ഗായിരുന്നു അത്. അവർ തന്നെ ഇപ്പോൾ ഡാവിഞ്ചി ടീം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഡാവിഞ്ചി റിസോൾവ് 19ൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം ഈ ഒരു പേജിലാണ് വന്ന് കിടക്കുന്നത്. അത് നമ്മൾ ലോക്കൽ ഡേറ്റാ ബേസ് എന്നുള്ള ഒരു എന്താ പറയുക ഒരു ലൈബ്രറിയിലാണ്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ലൈബ്രറി ആഡ് ചെയ്ത് നമുക്ക് SSDയിലേക്കോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നെറ്റ്വർക്ക് സ്റ്റോറേജുകൾ, അതായത് സെർവറുകളൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യുന്നവർക്ക് അത് യൂസബിൾ ആണ്. പിന്നെ ക്ലൗഡ്, അത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറ ആപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ക്ലൗഡ് സർവീസുകളുണ്ട്. അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലൗഡ് ഏരിയ കൊടുത്തേക്കുന്നത്. നമുക്ക് എന്താണല്ലോ ഇത് ലോക്കൽ ഇത് മതി. നമുക്കിപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ആവും. പുതിയ 19.0യുടെ ബീറ്റ 3 ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് വേറൊന്നും വേണ്ട, ഇത് തന്നെ മതി. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള കട്ട് എന്നുള്ള പേജ്. ഇതിപ്പോൾ താഴെ ഈ ഒരു സെക്ഷൻ നോക്കിയാൽ അറിയാം, മീഡിയ, കട്ട്, എഡിറ്റ്, ഫ്യൂഷൻ, കളർ, ഫെയർലൈറ്റ്, ഡെലിവർ. അതായത് എന്താ പറയുക ഒരു ഓർഗനൈസ് ചെയ്തൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയേക്കാണ്. ഇപ്പോൾ ഇവിടെ മീഡിയ എന്ന് പറയുമ്പോൾ ഇതിനകത്തോട്ടാണ് മീഡിയ എല്ലാം ആഡ് ചെയ്യുന്നത്. നേരത്തെ എഡിറ്റ് എന്നുള്ള പേജിൽ ഇടാൻ പാടില്ല എന്നല്ല, ഒരു ഓർഗനൈസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആവശ്യമുള്ള ഫുട്ടേജ് എല്ലാം കട്ട് ചെയ്യുക. ഇവിടെ അതിൻ്റെ എഡിറ്റിങ്, ഇവിടെ ഫ്യൂഷൻ ടാബ്, അതായത് നമ്മുടെ ആനിമേഷൻ അങ്ങനത്തെ കുറേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, പിന്നെ കളറിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ. ഫെയർലൈറ്റിൽ പോയാലാണ് ഓഡിയോ റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നത്, ഓഡിയോ എഫക്ട്സ് അങ്ങനെയൊക്കെ. പിന്നെ ഡെലിവർ എന്നുള്ളത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം എഡിറ്റ് ടാബിൽ പോവാം. എഡിറ്റ് ടാബിൽ പോയി കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു വിൻഡോ വരുന്നത്. ഈ നത്തിങ് ടു ഇൻസ്പെക്ട് എന്നുള്ള സാധനം കണ്ടോ, അതാണ് അതിൻ്റെ ഇൻസ്പെക്ടർ ടാബ് എന്ന് പറയുന്നത്. ഇൻസ്പെക്ടർ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിടുന്ന ഫൂട്ടേജിൻ്റെ കുറേ പ്രോപ്പർട്ടികളുണ്ട്. റൊട്ടേറ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് വെക്കേണ്ട പൊസിഷൻ മാറ്റണോ വേണ്ടയോ, അങ്ങനെ കുറേ വാല്യൂസ് നമുക്ക് തീരുമാനിക്കേണ്ടതും. പിന്നെ അതുമാത്രമല്ല ആഡ് ചെയ്യുന്ന എഫക്റ്റുകൾ. നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് എഫക്ട്സ് എന്നുള്ള ടാബ്. ഇതിലുള്ള ചില എഫക്റ്റുകളുടെ കുറച്ച് എന്താ പറയുക കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറേ പാരാമീറ്റേഴ്സ് ഈ ഇൻസ്പെക്ടർ ടാബിലായിരിക്കും വരുന്നത്. ഇവിടെ മുകളിലുള്ളതാണ് മീഡിയ പൂൾ. ഇവിടെയാണ് നമ്മൾ ഫുട്ടേജുകളും നമ്മുടെ ടൈം ലൈനുകളും ഫോൾഡറുകളെല്ലാം കൊണ്ട് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രിവ്യൂ വിൻഡോ ആണ്. ഇവിടെ ഈ നടുക്കുള്ള ബ്ലാക്ക് സ്ക്രീന്. ഇപ്പോൾ മൗസ് ഇരിക്കുക ഞാനിപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിസ്പ്ലേ സ്റ്റാഗ്ഡ് ടൈം ലൈൻ എന്നുള്ള
ഒരു ഓപ്ഷൻ ഓൺ ആക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ടൈം ലൈനുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ എടുത്ത് കാണിക്കത്തക്ക രീതിയിലാണ് ഇത് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. ഇതാണ് എഡിറ്റ് പേജിലുള്ള കാര്യങ്ങളുള്ളത്. അതുമാത്രമല്ല ഇവിടെ തന്നെ ഇതിൻ്റെ സൗണ്ട് ലൈബ്രറി ആക്സസ് ചെയ്യാനുള്ളത് ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരല്ല. എന്നാൽ നമുക്കിപ്പോൾ ചില സമയത്തൊരു ഫുട്ടേജ് ആഡ് ചെയ്യുമ്പോൾ അല്ല വേണം, നമുക്ക് ഫുട്ടേജ് ഇട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഞാനിപ്പോൾ തൽക്കാലം മീഡിയ പൂളിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ലിസ്റ്റ് വ്യൂ ആക്കാം. ലിസ്റ്റ് വ്യൂ ആക്കുമ്പോഴത്തേക്ക് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇട്ടേക്കുന്ന റെക്കോർഡിങ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ മാറിയതുണ്ടോ, ഇതെല്ലാം ആ വീഡിയോയുടെ കുറേ പ്രോപ്പർട്ടീസാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. നമുക്കിതിപ്പോൾ റൈറ്റിലേക്ക് നീക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് 50 ഫ്രെയിംസ് ഉള്ളൊരു വീഡിയോ ആണ്. 4Kയിലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇതൊന്ന് ടൈം ലൈനിലേക്ക് ഇടാം. ഇടുമ്പോൾ തന്നെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കൊള്ളാമല്ലോ. ആദ്യമായിട്ട് എൻ്റെ സിസ്റ്റത്തിൽ ഇത്രയും 4K വീഡിയോ പുല്ലുപോലെ പ്ലേ ആവുന്നത്. മേ ബി ആപ്പിളിൻ്റെ തന്നെ വീഡിയോ ആയതുകൊണ്ടായിരിക്കാം. ഇനി അഥവാ ഇത് ഇത്രയും സ്മൂത്തായിട്ടല്ല പ്ലേ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു പരിപാടി, മുകളിൽ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റെൻഡർ ക്യാഷ്, ഈ റെൻഡർ ക്യാഷ് എന്നുള്ളതിനെ സ്മാർട്ടാക്കി ഇടുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഈ മുകളിൽ ഈ ഒരു സെക്ഷനിലായിട്ടൊരു കളേർഡ് ലൈൻ വരും. അത് മെയിൻലി റെഡ് കളറാണ്. അത് റെഡ് കളർ എന്ന് വെച്ചാൽ റെൻഡർ ആയിട്ടില്ല. ബ്ലൂ ആയിട്ടുണ്ടെങ്കിൽ അത് റെൻഡർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഇവിടെ മീഡിയ പൂളിൽ കിടക്കുന്ന ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലിപ്പ് താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ടതുകൊണ്ട് വന്ന ടൈം ലൈനാണ്. അത് ബൈ ഡീഫോൾട്ട് ഇത് 24 ഫ്രെയിംസിൻ്റെ ടൈം ലൈനായിട്ടാണ് വരുന്നത്. ബൈ ദ വേ, അത് മാത്രമല്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഈയിടെ. അതായത് നമ്മൾ ഡാവിഞ്ചി റിസോൾവിന് വേണ്ടി കുറച്ച് ഫ്രീ അസറ്റ്സുകൾ പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ബ്രോ, വെൻ വി ക്രിയേറ്റ് എ 24 FPS ടൈം ലൈൻ സീക്വൻസ് ഫോർ എ മൂവി which have little different mixed FPS clips like 60 FPS, 120 etc. for slow motion, should I keep 24 FPS as the timeline sequence or want to convert all footage to 24 FPS? Does the slow motion work great without converting the high FPS footage in DaVinci Resolve? Bro, please can you explain എന്ന്. നമ്മുടെ സബ്സ്ക്രൈബർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ പുള്ളിക്കാരന് ഒരു മൂവി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടി 24 ഫ്രെയിമിൻ്റെ ഒരു സീക്വൻസ് ആണ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് 60 FPS, 120 FPS പോലുള്ള ഹയർ ഫ്രെയിം റേറ്റുള്ള ഫുട്ടേജുകൾ ആഡ് ചെയ്യുമ്പോൾ സീക്വൻസും 24 FPS വെക്കണോ, അതോ ഈ പറയുന്ന വീഡിയോ അല്ല 24 FPS കൺവേർട്ട് ചെയ്തിട്ട് വെക്കണോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനത്തെ അറ്റാച്ച് ആയേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഹൈ FPS ആയിട്ടുള്ള വീഡിയോകളുണ്ടല്ലോ, ഈ സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞ് 60 FPS, 120 FPS, അതെല്ലാം കൺവേർട്ട് ആവാതെ തന്നെ അത് കറക്റ്റ് വർക്ക് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്താ പറയുക, നമ്മളിപ്പോൾ 24 FPSൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കി, അതിലേക്ക് ഇപ്പോൾ 60 FPS കൊണ്ടിട്ടു എന്ന് വെച്ചോ. 60 FPS ആണല്ലോ, 120 ആണെങ്കിലും നമ്മളതിൽ കുറച്ച് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ലോ മോഷൻ കറക്റ്റായിട്ട് കിട്ടുന്ന നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുമല്ലോ. ഇപ്പോൾ ഈ 60 FPSൻ്റെ ഫുട്ടേജ് 24 FPS സ്ലോ ഡൗൺ ചെയ്ത് കാണുമ്പോൾ അത്യാവശ്യം നല്ല ബട്ടറി സ്മൂത്ത് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എന്നാലും ഞാൻ ആ സബ്സ്ക്രൈബറോട് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്കുള്ള റിപ്ലൈ. എന്താണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു രണ്ട് സെറ്റ് കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഞാൻ ഒരു എഡിറ്റിംഗ് ട്രിക്കും പറഞ്ഞുതരാം, അതുപോലെ കുറച്ച് ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വർക്കിംഗ് ഇത്തിരി കൂടി ഈസി ആക്കാനായിട്ട്, അതായത് നമ്മുടെ സ്പീഡ് കുറച്ചുകൂടെ ഇത്തിരി ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോർട്ട് കട്ടുകളും പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ബേസിക് ഷോർട്ട് കട്ടുകൾ എടുക്കാം. നമുക്കിപ്പോൾ ഞാൻ ഒരു ഓഡിയോ മ്യൂട്ട് ചെയ്തോട്ടെ. എനിക്കിപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ, നമുക്ക് വിൻഡോസിലാണെങ്കിൽ Ctrl+B എന്നും മാക്കിലാണെങ്കിൽ Command+B എന്നും. അപ്പോൾ നമുക്കിത് ഈ ഫുട്ടേജ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, എന്നാൽ ഇത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണ്ട. നമുക്ക്
ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് റിവേഴ്സ് പോകണം. അപ്പോൾ നമുക്ക് അൺഡു എന്നുള്ളതാണ്. അത് കൺട്രോൾ ഇസഡ് അഥവാ മാക്കിലാണെങ്കിൽ കമാൻഡ് ഇസഡ്. ഇനി ഇത് എനിക്ക് ഒന്നും കൂടെ തിരിച്ച് റീഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഇസഡ് വിൻഡോസിൽ. ഈ മാക്കിലാണെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഇസഡ്. വീണ്ടും അത് ഒരു സ്റ്റെപ്പ് തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു ഭാഗം ഇവിടെ വേണ്ട, എന്നാൽ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് അതിനകത്ത് സാധാ വേർഡ് ഡോക്യുമെൻ്റ് എല്ലാം കട്ട് ചെയ്യുന്ന പോലെ കൺട്രോൾ എക്സ്, പേസ്റ്റിന് കൺട്രോൾ വി. ഇപ്പോൾ മാക്കിലാകുമ്പോൾ കമാൻഡ് എക്സും കമാൻഡ് വിയും ആവും. അതുപോലെ തന്നെ ഈ ഫുട്ടേജ് കോപ്പി ചെയ്യണമെങ്കിൽ കൺട്രോൾ സി അഥവാ കമാൻഡ് സി, പേസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ വി ഓർ കമാൻഡ് വി എന്നുള്ളത്. ഇനി നമുക്കിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എസ് അഥവാ അല്ലെങ്കിൽ കമാൻഡ് എസ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിന് ഒരു പേരും കൊടുക്കാം, ടെസ്റ്റ് ഫുട്ടേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ ആഡ് ചെയ്യുന്നതാണ്. സേവ് കൊടുക്കുക. ടെസ്റ്റ് ഫുട്ടേജ് എന്ന് ഇവിടെ പേര് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ അടിക്ക്, ഇതിപ്പോൾ ഈ ഒരു ക്ലിപ്പാണ്, ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് ഒറ്റ ഷോർട്ട് കട്ടിൽ തന്നെ ഒരു ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ട് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, അത് നമുക്ക് ഫുട്ടേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ ടി വിൻഡോസിലാണെങ്കിൽ അല്ലെങ്കിൽ കമാൻഡ് ടി മാക്കിലാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ഫെയ്ഡ് ഇൻ കണ്ടോ? അതുപോലെ ഇവിടെ ഒരു ഫെയ്ഡ് ഔട്ടും ഉണ്ട്. ഇതുപോലെ ഒറ്റ ഷോർട്ട് കട്ടിൽ നമുക്ക് ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും ആഡ് ചെയ്യാം. ഈ ഒരു ക്ലിപ്പോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെർട്ടിക്കൽ ക്ലിപ്പാണിത്. അത് മാത്രമല്ല, നമുക്ക് ഒരു കാര്യം ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചു. ഇനി ഒരു ഷോർട്ട് കട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു എന്താ പറയണ്ടേ, ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തേക്കാണ്. ഈ ക്ലിപ്പിനെ എനിക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട്, അതായത് കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് തൊട്ടപ്പുറത്തെ ക്ലിപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ആവും. ഇത് തിരിച്ച് പഴയ പോലെ ആക്കണമെങ്കിലും അല്ലെങ്കിൽ ആ ക്ലിപ്പ് റൈറ്റിലിരിക്കുന്ന ക്ലിപ്പിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണമെങ്കിലും കമാൻഡ് ഷിഫ്റ്റ് കോമ അടിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ആവും. എങ്ങനെയുണ്ട്? കിടിലൻ ഷോർട്ട് കട്ടല്ലേ? ഇനിയുള്ളതും ഒരു ട്രിക്കാണ്. എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ എടുക്കുന്ന വെർട്ടിക്കൽ വീഡിയോസാണ്, എന്നാൽ ഇത് ഫേസ്ബുക്ക് അങ്ങനത്തെ കുറേ സൈറ്റുകളിലെല്ലാം ഹൊറിസോണ്ടൽ വീഡിയോ ഫോർമാറ്റാണ്. ഈ വെർട്ടിക്കൽ വീഡിയോനെ എങ്ങനെ ഹൊറിസോണ്ടലിലേക്ക് കൊണ്ടുപോകും? ഈ ഒരു ഫുട്ടേജ് കണ്ടോ? ഇത് പക്കാ വെർട്ടിക്കലാണ്. ഇതിനെ നമുക്ക് ഫേസ്ബുക്കിൽ ചുമ്മാ കൊണ്ടിടാൻ പറ്റത്തില്ല. ഫേസ്ബുക്കിൽ വീഡിയോ പ്ലേ ബാക്കിന് എപ്പോഴും ഹൊറിസോണ്ടൽ വീഡിയോ ഫോർമാറ്റാണ് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പയ്യനോട് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, മോനെ നീ എഫക്സിൽ പോവുക. എഫക്സിൽ പോയിട്ട് അവിടെ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ബ്ലാങ്കിങ് ഫിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫുള്ളല്ല, സോറി, ഫില്ല്. അത് കൂടുതലും ഓപ്പൺ എഫക്സിൽ പോയി നോക്കിയാൽ മതി. അതങ്ങ് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിപ്പിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കുക. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് തരും. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ ടാബിൽ പോയി കഴിഞ്ഞാൽ എഫക്സിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ വേറെ കിട്ടും. ഇപ്പം ഇത് സൂം ചെയ്യണോ വേണ്ടയോ, ക്രോപ്പ് ചെയ്യണോ വേണ്ടയോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എത്രത്തോളം വേണോ വേണ്ടയോ. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഷാഡോ വേണോ വേണ്ടയോ എന്നുള്ളത്, അതായത് നമ്മുടെ മെയിൻ വീഡിയോ എടുത്ത് നിൽക്കത്തക്ക രീതിയിൽ. ഇതുപോലെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.